ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നു 26-ാം തീയതിക്കുള്ളിൽ. എനിക്കത് പറയാൻ തന്നെ, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അത് പറയാൻ തന്നെ മടിയുണ്ട്. ഈ കൊച്ചു പെൺകുട്ടി, ഇത്രയും ധീരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി, അവൾ കൊല്ലപ്പെടും എന്ന് എഴുതിയിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ആഭ്യന്തര വകുപ്പിൽ മഹിളാ അസോസിയേഷൻ ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെടുത്തും. എന്തെങ്കിലും ഒരു പോറൽ റിയാനയുടെ കുടുംബത്തിനോ ഉണ്ടാവുകയാണെങ്കിൽ ഈ തീവ്രവാദികളെല്ലാം അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ ഈ എഴുത്തൊക്കെ വെച്ച് തന്നെ ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇത് കേരളത്തിൽ അങ്ങനെ വളരെ വ്യാപകമായി താലിബാനിസം സ്ഥാപിച്ചു എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇവിടെ നന്നായിട്ട് മതേതരത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന നല്ല ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഇസ്ലാം മതത്തിലായാലും മറ്റേത് മതത്തിലായും ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇസ്ലാം മതത്തിനകത്ത് തന്നെ ഇതിനെ അംഗീകരിക്കുന്നവരൊന്നുമല്ല. വളരെ ന്യൂനപക്ഷം മാത്രമാണ് ആ മതത്തിനകത്തുള്ള, വളരെ ചെറിയൊരു ആളുകൾ മാത്രമാണ് ഈ തമ്മാടിത്തരത്തെ അംഗീകരിക്കുന്നവരായിട്ടുള്ളത്. അതിനെ തടയിടാൻ ഇസ്ലാം മതത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മഹാഭൂരിപക്ഷവും മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഭീഷണിക്കെതിരെ ശക്തമായ പ്രതിരോധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് മഹിളാ അസോസിയേഷൻ ആഗ്രഹിക്കുന്നത്. റയാനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകാൻ മഹിളാ അസോസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗവൺമെൻറ് വളരെ കാര്യമായിട്ട് തന്നെ ഈ കേസ് ഗവൺമെൻറ് ഇപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ശക്തമായിട്ട് കോടതിയും വളരെ ശക്തമായിട്ട് ഇടപെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേസ് കോടതിയിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ബഹുമാനപ്പെട്ട കോടതിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നല്ല പ്രതികരണം ഉണ്ടാക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. റയാനോട് ഞങ്ങൾ പറയുന്നത് ധീരയായിട്ടിരിക്കാനാണ്. പേടിച്ചിട്ട് പരാതി പറയാതിരുന്നാൽ ഇന്ന് റയാനെ അനുഭവിച്ചത് നാളെ 100 കണക്കിന് പെൺകുട്ടികൾ അനുഭവിക്കുകയാണ്. അതൊഴിവാക്കുന്നതിന് വേണ്ടി ഈ റയാന നടത്തിയിട്ടുള്ള പ്രതികരണത്തെ ഞങ്ങളെ കുട്ടിയെ അഭിനന്ദിക്കുന്നു. വളരെ ധീരമായിട്ട് അവരുടെ കുടുംബത്തിന് പ്രയാസം ഉണ്ടില്ലാതില്ല. പക്ഷേ ആ പ്രയാസം എല്ലാം വെച്ചുകൊണ്ട് തന്നെ ആ കുടുംബവും തൻ്റെ മകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കാൻ ഈ നാട്ടിലെ മനുഷ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥന കൂടി മഹിളാ അസോസിയേഷനുണ്ട്.